തിരുവനന്തപുരം പൂന്തുറയിലെ അമ്മയുടെയും മകളുടെയും ആത്മഹത്യാക്കുറിപ്പിൽ മകളുടെ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണങ്ങൾ. ആത്മഹത്യക്ക് കാരണം ഉണ്ണികൃഷ്ണൻ തന്നെ വിവാഹം കഴിഞ്ഞ് 25 ദിവസം കഴിഞ്ഞപ്പോൾ വസ്ത്രം പോലെ ഉപേക്ഷിച്ചെന്നും കുറിപ്പിൽ പറയുന്നു. സ്ത്രീധനം പോരെയെന്ന് പറഞ്ഞ് മാനസികമായി പീഡിപ്പിച്ചെന്നും ആരോപണം. ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം വീട്ടിലെത്തിച്ചു. സ്വാന്തന സാജു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സ്വാന്തന, ഈ അമ്മയുടെയും മകളുടെയും മരണം അതൊരു സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യയാണ് എന്ന ചിത്രമല്ലേ ഇപ്പോൾ തെളിയുന്നത്? ആര്യ, ഇന്നലെയാണ് തിരുവനന്തപുരം പൂന്തുറയ്ക്കടുത്ത കമലേശ്വരത്ത് ഇത്തരത്തിൽ അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അത് ആത്മഹത്യയാണ് എന്ന ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നതാണ്. കാരണം അവരുടെ വീട്ടിൽ നിന്നും ഇവരുടെ മൃതദേഹം കിട്ടിയതിനരികിൽ നിന്നായി ആത്മഹത്യാക്കുറിപ്പും കിട്ടിയിരുന്നു. അതിൽ നിന്ന് ആദ്യഘട്ടത്തിൽ പോലീസ് വ്യക്തമാക്കിയിരുന്നത് മകളുടെ ചില കുടുംബ പ്രശ്നങ്ങൾ, അതേ തുടർന്നാണ് ഇവർ ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ എന്നാൽ ആത്മഹത്യാക്കുറിപ്പിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോഴേക്കും അതൊരു സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള മരണമാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്നുള്ളതാണ്. കാരണം ഈ മരിച്ച മകൾ കൂടെ ഉണ്ടായിരുന്ന 30 വയസ്സുകാരിയായ ഗ്രീഷ്മ, ഇവരുടെ വിവാഹം കുറച്ച് നാളുകൾക്ക് മുൻപ് കഴിഞ്ഞതാണ്. പക്ഷേ ഇവർ വിവാഹം കഴിഞ്ഞ ഏതാണ്ട് 25 ദിവസം മാത്രമേ ഇവരുടെ ഭർത്താവിനൊപ്പം ജീവിച്ചിട്ടുള്ളൂ എന്നതാണ് ഇതിൽ പറയുന്നത്. 25 ദിവസം കഴിഞ്ഞപ്പോൾ തന്റെ മകളെ ഒരു വസ്ത്രം അഴിച്ചു മാറ്റുന്ന ലാഘവത്തോടെ മകളുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ ഉപേക്ഷിച്ചു എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. പലവട്ടം അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഈ മകളും ഒക്കെ ഉണ്ണികൃഷ്ണനോട് സംസാരിച്ച് ഈ ബന്ധം വീണ്ടും ഒന്നിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അയാൾ തയ്യാറായിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. 200 പവൻ സ്വർണം കൊടുത്താണ് മകളെ വിവാഹം കഴിപ്പിച്ച് അയച്ചത്. പക്ഷേ വീണ്ടും സ്വർണം ചോദിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീധനം കൂടുതൽ ചോദിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ പോലും ഈ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അമ്മയുടെയും മകളുടെയും 2 ആത്മഹത്യാക്കുറിപ്പുകളാണ്. രണ്ടിലും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഒന്നിൽ അവരുടെ സ്വത്തും മറ്റു കാര്യങ്ങളുമൊക്കെ ആർക്കാണ് നൽകേണ്ടത് എന്നുള്ള കാര്യമാണ് വിശദമാക്കിയിരിക്കുന്നത്. രണ്ടാമത്തേതിലാണ് ഇത്തരത്തിൽ മകൾക്ക് ഭർത്താവിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ വിശദമാക്കുന്നത്. മൂന്നാമതൊരു കുറിപ്പ് എഴുതി വെച്ചിരുന്നത് തങ്ങൾ സൈനൈഡ് കഴിച്ചാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ള കാര്യമായിരുന്നു. ഇന്നലെ തന്നെ പോലീസ് അത് വ്യക്തമാക്കിയിരുന്നതുമാണ്. ഇവരുടെ അച്ഛൻ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ഇവരുടെ ഈ മരിച്ച 2 പേരുടെയും, അതായത് മരിച്ച ഗ്രീഷ്മയുടെ അച്ഛൻ, അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുൻപ്, ഏതാണ്ട് ഒരു 4 മാസങ്ങൾക്ക് മുൻപാണ് അസുഖബാധിതനായി മരിച്ചത്. അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ഇവരുടെ വീട്ടിൽ ഈ സൈനൈഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൈനൈഡ് വീട്ടിലുള്ള സ്ഥിതിക്ക് പല തവണ ഭർത്താവിനോട് പോയി സംസാരിച്ചു. ഏതെങ്കിലും തരത്തിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് നേരെയാക്കി ഈ ബന്ധവുമായി മുന്നോട്ടേക്ക് പോകാൻ കഴിയുമോ എന്ന് സംസാരിച്ചു. പക്ഷെ ഒരിക്കൽ പോലും തയ്യാറായില്ല. അതുകൊണ്ട് തങ്ങൾ ഇപ്പോൾ ഈ സൈനൈഡ് കഴിച്ച് തന്നെ ആത്മഹത്യ ചെയ്യുകയാണ് എന്നുള്ള കാര്യമാണ് ഇവർ ഈ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന കുറിപ്പ് ഇവർ വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതായത് ഇവരുടെ കുടുംബക്കാരുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത ശേഷമാണ് ആത്മഹത്യ ചെയ്തത്. അതിൽ ആ സൈനൈഡ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് അവർ പ്രത്യേകമായി ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആരും ഓടി വരണ്ട, കാരണം തങ്ങൾ കഴിക്കുന്നത് സൈനൈഡാണ്, നിങ്ങൾ വരുമ്പോഴേക്കും ഞങ്ങൾ മരിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ നിന്നും അവർ എഴുതി വച്ചിരിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട ഈ ആത്മഹത്യാക്കുറിപ്പടക്കം പോലീസ് പരിശോധിച്ച് വരികയാണ്. ഉണ്ണികൃഷ്ണന്റെ ഈ ഗ്രീഷ്മയുടെ ഭർത്താവിലേക്ക് എത്താനുള്ള ഒരു ശ്രമം പോലീസ് നടത്തി വരികയാണ്. അദ്ദേഹം പുറത്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു രാജ്യത്താണ് നിലവിലുള്ളത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. കാര്യങ്ങളൊക്കെ പോലീസ് എന്തായാലും അന്വേഷിച്ച് വരികയാണ്. നിലവിൽ ഇവരുടെ 2 പേരുടെയും പോസ്റ്റ്മോർട്ടം, സജിത 54-കാരിയായ സജിതയുടെ അവരുടെ മകൾ ഗ്രീഷ്മയുടെയും പോസ്റ്റ്മോർട്ടം നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം മാറ്റിയിരുന്നു. ഇന്ന് രാവിലെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വീട്ടിലേക്ക് ഇന്നലെ ഇവരെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ ഇവരുടെ പൂന്തുറ ഉള്ള വീട്ടിലേക്ക് അവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സംസ്കാരം ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് ബന്ധുക്കളിൽ നിന്നും മനസ്സിലാകുന്നത്. എന്തായാലും സംഭവത്തിൽ പൂന്തുറ പോലീസ് നിലവിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ഇനി കണ്ടെത്തലുകളിലേക്കാണ് ഇനി പോലീസ് എത്തുന്നത്? പ്രത്യേകിച്ച് ഈ സ്ത്രീധന പീഡനമാണോ ഈ മരണത്തിൽ ഒരു അമ്മയുടെയും മകളുടെയും ജീവൻ നഷ്ടമാകാൻ കാരണമായത്? ഇവരുടെ 2 പേരുടെയും ആത്മഹത്യാക്കുറിപ്പുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യ തന്നെയാണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് ഒരു സ്ത്രീധന പീഡന മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇവിടെ ഇപ്പോൾ അമ്മയും മകളുമാണ് സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. മകളുടെ ഭർത്താവിനെതിരെ വളരെ ഗുരുതരമായ പരാമർശങ്ങളാണ് ഇരുവരുടെയും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. സ്വാന്തന സാജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.